ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാഹ്. അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് അതുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാം. പിന്നെ അതിലൊരു സ്പെഷ്യലും ഉണ്ട്. നമ്മൾ നാട്ടിലുണ്ടാക്കണ മാതിരി എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതിക്കിതാ 4 തക്കാളി, 4 ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അരക്കണം. അതിലേക്കുള്ള മസാല ഒക്കെ അരച്ചെടുക്കണം കേട്ടോ. ഒരു 5-6 വെളുത്തുള്ളി ഒക്കെ കൂടി ഇട്ടുകൊണ്ട്, പിന്നെ അതിക്ക് 2-4 വലിയ ഉള്ളി അരിഞ്ഞങ്ങാണ്ട്. ശരിക്കും വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇപ്പം നമ്മളെ അടുത്തില്ല കൊടുക്കുന്നത്. വലിയ ഉള്ളി ഉള്ളൂ. വലിയ ഉള്ളി ഇട്ട് കണ്ടുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ അതിക്ക് വേണ്ടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി 1 സ്പൂണ് മുളകും പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉണ്ട് ഇടുക. ഇത്ര ഇട്ടിട്ട് അരച്ചെടുക്കുക. അത് തേങ്ങയും വേണം, കുറച്ച് പുളിയും വേണം. ഇത്ര ഉള്ളൂ ഇതിലേക്കുള്ള മസാല കേട്ടോ, വേറൊന്നും വേണ്ട. ഇതാ ഇനി താളിച്ചാൻ അതിക്കിടാനുള്ള ഉള്ളി ഉണ്ടായിരിക്കട്ടെ കേട്ടോ. സ്ലൈസ് ആക്കി അരിയൊന്നും വേണ്ട. ഒരു ഉള്ളി ഒരു 4 പീസോ, വലുതാണെങ്കിൽ ഒരു 6 പീസ് ആക്കിയാൽ മതി. അതങ്ങനെ അരിഞ്ഞങ്ങാണ്ട് അതുകൊണ്ട് താളിച്ചണം. പിന്നെ അതിക്ക് വേണ്ടത് താളിച്ചണ എങ്ങനെ അറിയോ? 2 മണി ഉലുവയും കുറച്ച് പച്ചക്കടലപ്പരിപ്പും. പച്ചക്കടലപ്പരിപ്പ് പറഞ്ഞാൽ പട്ടാണിക്കടലല്ലേ, പട്ടാണിക്കടലൻ്റെ പരിപ്പ്. കടുകൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാത്തിനും കടുകിൻ്റെ ഒപ്പം ഈ പരിപ്പും ഇതും ഇട്ട് വെക്കും, ഉഴുന്നും. അപ്പം എന്നാൽ അതെടുത്ത് താളിച്ച. എനിക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തുങ്ങാണ്ടേ അത് നല്ലോണം ചോന്നതിൻ്റെ ശേഷം പരിപ്പും ഇട്ട് കൊടുക്കുക. പരിപ്പും ചോന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്താണ്ട് വാട്ടണത്. പറ്റ അങ്ങോട്ട് വാടിയതാകൊന്നും വേണ്ട, ഒന്ന് ചോന്ന കളറായാൽ മതി കേട്ടോ. ഒക്കെ ഉലുവയാണെങ്കിലും പരിപ്പാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒക്കെ. എന്താ ആ പരിപ്പ് ഇക്കിടാനുള്ളതാണ്. പിന്നെ മക്കളെ ഇതായി ഉലുവ വയ്ക്കാണ്ടിടാണ്. ഇതിൽ കുറേ കട്ടായി പോയിക്കണ്. കാരണം നമ്മളെ ഫോണിൽ അപ്ഡേറ്റ് ആയിട്ടും ഇതാക്കിയിട്ടൊന്നും ശരിയാവണില്ല. അപ്പോൾ കുറേ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്ലോഡ് വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കുക. എന്നാലും കാര്യമായിട്ടുള്ളതിലുണ്ട്. തേങ്ങ പിന്നെ എടുക്കണതും അരക്കണതും ഒക്കെ ഒന്നും ഇല്ലാത്തുള്ളൂ. തേങ്ങ നമുക്ക് ഇരുന്ന് ചിരകാൻ വെച്ച. അപ്പോൾ നമ്മളെന്താ കാട്ടുക? കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് അങ്ങനെ അരിഞ്ഞങ്ങാണ്ട് മിക്സിയിലിട്ടാണ്ട് ഒന്നുണ്ട് കൃഷി ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അരക്കുള്ളൂ കേട്ടോ. കാരണം ഇരിക്കാൻ വയ്യ. ഇരുന്ന് ഒരു മുറി തേങ്ങ മതിയാകും. പക്ഷേ അത് ഇരുന്നങ്ങാണ്ട് ചിരണ്ടണമെന്നുണ്ടെങ്കിൽ വയറും വേദനയും ഉണ്ടാവും, നടുവേദനയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിന്നുങ്ങാണ്ടുള്ള പണിയേ ചെയ്യുള്ളൂ. അതും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ ഭയങ്കര വേദനയാണ്. ഇതാ മസാലയ്ക്കിട്ട് അങ്ങനെ നല്ലോണം വറ്റിയെടുക്കണം മസാല, പച്ചമണം മാറിങ്ങാണ്ട്. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയുകയാണ് കേട്ടോ. തേങ്ങ ഒഴിച്ചിങ്ങാണ്ട് ഇനി തേങ്ങ ഒന്ന് നല്ലോണം വേവണം. ഒന്നും വെന്തേൻ്റെ ശേഷേ ആ പുളി ഉണ്ടായിക്കണം ഒഴിച്ച് പാരാം. ഒഴിച്ചിട്ട് അത് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം ഓഫാക്കണം കേട്ടോ. ഓഫാക്കിയിട്ട് താളയൊക്കെ നിന്നതിൻ്റെ ശേഷം മുട്ട പുഴുങ്ങിങ്ങാണ്ട് നല്ല ഇടണം കേട്ടോ. അങ്ങനെ തന്നെ ഉടച്ച് അതിക്കാണ്ട് പാരുകയാണ്. മെല്ലെ പാരണം, കലങ്ങാതെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയരുത്. പിന്നെയും അത് പറയണത് എന്താ പറയുക? എല്ലാവരും ലൈക്ക് കാണുന്നുണ്ട്, പക്ഷെ കാണുന്നപോലെ ആരും ലൈക്ക് ചെയ്യണില്ല. മിക്കവാറും ആൾ കമൻ്റ് ഒന്നുമില്ല. എന്തെങ്കിലും ഒരു
വിഷയം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു വീഡിയോ കാണുമ്പോൾ, അതിൻ്റെ കമൻറ്റ് അവിടെ കൊടുത്തോളൂണ്ടി. അപ്പോൾ അതായി പുളി ആയിക്കൊണ്ട് ഒഴിച്ചിട്ട് കേട്ടോ. നമുക്ക് ഫോണിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലേ, പിന്നെ യൂട്യൂബിനെ കുറിച്ചും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയണ പോലെ കമൻറ്റ് ചെയ്യുവേണ്ടി. അപ്പോൾ അത് അവിടെ നല്ലോണം തിളച്ചതിൻ്റെ ശേഷം അതിക്ക് ഇതാക്കാം, മുട്ട ഒഴിച്ച. കണ്ടില്ലേ, നല്ലോണം തിളക്കണുണ്ട്. ഞാൻ ഓഫാക്കാം. ഓഫാക്കിയാണ്ടേ തള നിൽക്കണം കേട്ടോ. ഓഫാക്കിയൊക്കെ തന്നെ ഒഴിച്ചരുത്. നമ്മൾ ഗ്യാസ് മേലാകുമ്പോൾ കുറച്ച് നേരം എന്നാലും ഒരു രണ്ട് മിനിറ്റ് തിളക്കും. അപ്പോൾ ആ തള നിന്നതിൻ്റെ ശേഷം വേണം മുട്ട ഒഴിച്ചാൻ. ഇതാ തള നിന്ന് നോക്കി. അപ്പോൾ നിങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അപ്പത്തേക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്, ചോറിന് മാത്രമല്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി ഒഴിച്ചണം കേട്ടോ, മേലെ മേലെ ഒഴിച്ചരുതേ. മുട്ട ഉടച്ച് പാരുമ്പോഴും തന്നെ മെല്ലെ ഉടക്കണം, അതിൻ്റെ കുഞ്ചി കലങ്ങാതെ. ഇവിടെ ഇതിന് പറയുക വെന്തിയസാൽന എന്നാണ്. പെട്ടെന്ന് ഉടച്ച് പാരാൻ പറ്റൂലേ, മുട്ട കലങ്ങാതെ ഒഴിച്ചണം. എന്നിട്ട് പിന്നെ അപ്പം തന്നെ കയ്യിലിട്ടുങ്ങാണ്ട് ഇളക്കരുത് കേട്ടോ. ഞങ്ങൾ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ പറ്റ കലങ്ങും. അപ്പോൾ പിന്നെ ശരിയാവില്ല. ഇതിങ്ങനെയാണ് ഒഴിച്ചുങ്ങാണ്ട് കുറച്ച് നേരം അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ മെല്ലെ തീ അടിയിൽ വെച്ചുങ്ങാണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചുങ്ങാണ്ട് നല്ലോണം വേവിച്ചാൽ മതി. പിന്നെ കൂടുതൽ സമയം വേവേണ്ട ആവശ്യം വരുന്നില്ല, എന്നാലും കുറച്ച് നേരം ഒന്ന് തിളക്കണം, അല്ലെങ്കിൽ ഒരു പച്ചവാസന ഉണ്ടാവും. നോക്കാണി മുട്ട ഓരോന്നോരോന്ന് അതിൻ്റെ ഇത് മേലെ കണ്ട് തിളച്ച് വെന്തുങ്ങാണ്ട് പൊന്തിക്കണ്ടോ. നോക്കിക്കോളി, ഓരോ മുട്ടയും ഒന്നൊന്നായിട്ടുണ്ടാവും. ഇതാ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ ഒഴിച്ച കണക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.